ഉള്ളിലേക്കും ഒരുപാട് ഗ്രേ ഉണ്ടല്ലോ. ആ ഹെയർ ലോസ് ഉണ്ടല്ലേ? കുറേശ്ശെ. വെള്ളത്തിന്റെയാ, ക്ലോറിൻ ആണല്ലോ. I would suggest you go for coloring. It will be good on you. And you will look 10 years younger. ആ ക്രൂരതകൾ കണ്ടില്ലെന്നടിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഞാനും എന്റെ അമ്മയും കോംപ്രമൈസ് ചെയ്യായിരുന്നു. എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു നിങ്ങളുടെ മോള്. വയറ്റിൽ കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസം കൊലയ്ക്ക് കൊടുക്കുമായിരുന്നു. അതിനുള്ള ശിക്ഷയാ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവളല്ല. ഞങ്ങൾ കാത്തിരുന്ന എന്തായി മോളെ അയർലൻഡ്? കൊറേ കാര്യങ്ങളൂടെ ശരിയാവാനുണ്ട് സാറേ. ഇതെപ്പോ വാങ്ങി? ഇന്ന് 675 രൂപ. ഓർമ്മ നിൽക്കാനത് നല്ലതാ. ആരോഗ്യ മാഗസിനിൽ ഉണ്ടായിരുന്നു. എന്റെ മോളെ എന്താ കൊതുക്. അതെ, ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആരും നോക്കാറില്ലേ? നോക്കണോന്നൊക്കെ വിചാരിച്ചു തുടങ്ങിയതാ സാറേ. പക്ഷെ എവിടെ സമയം. ലച്ചു വല്ലപ്പോഴും ഇത്തിരി വെള്ളമൊഴിച്ചാലായി. എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങോട്ടുള്ള പച്ചക്കറി എങ്ങനെ കിട്ടുമല്ലോ. ഓ, അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് തുടങ്ങണ്ടേ സാറേ. സാറിന് കേക്ക് എടുക്കട്ടെ? വേണ്ട വേണ്ട. എന്നാ ഒരു ചായ എടുക്കട്ടെ? ചായക്കിനി പാല് ഒന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ നാളെ തന്നെ കൃഷി ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ പറയാം. എനിക്ക് അവിടെ ഒന്ന് രണ്ട് മോള് ചെല്ലേ. മൃഗങ്ങൾ പോലും കാട്ടാത്ത ക്രൂരത സ്വന്തം കുഞ്ഞിനോട് കാട്ടിയ നിന്നെ പോലുള്ള നീരാളികളുടെ ഉപദേശം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം. വിഷു അറിഞ്ഞോ? അസഭ്യം വിളമ്പിയ കുട്ടി അയാളുടെ അല്ലെന്ന് അറിഞ്ഞോ? എങ്ങനെ? സാന്ദ്ര പറഞ്ഞോ? സാന്ദ്ര പത്മിനി അമ്മയോട് പറയുന്ന അയാൾ കേട്ടു. അയാൾ തൊട്ടടുത്ത മുറി നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് അറിഞ്ഞതായിട്ട് അയാൾ ഭാവിക്കുന്നേയില്ല. സാധാരണ പോലെ പെരുമാറുക. ഇതിന്റെ വോളിയൊന്ന് കുറയ്ക്കോ? നിങ്ങൾക്ക് രണ്ടർക്കും മാത്രം കണ്ടാ പോരെ? മനുഷ്യനെ പഠിക്കാനോ സമ്മതിക്കില്ല. വന്ന് കേറിയപ്പോ പോലെ നടന്നല്ലാണല്ലോ പെണ്ണ്. അല്ല ഇത് ഞാനൊന്ന് അവളോട് ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായതേ എൻ്റെ കുറ്റം കൊണ്ടല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് തിരിക്കുന്നതും ഞാനല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ മുഖം വീർപ്പിക്കൽ മഹാമഹം നടത്തുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കുറെ കൂടി ചെറുപ്പമുള്ള ഒരു അമ്മയെ തന്നൂടായിരുന്നു എന്ന് ദൈവത്തോട് ചോദിക്കുക. അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അമ്മയ്ക്ക് മനസ്സിലാവില്ല. പതുക്കെ. ഒരു ഡ്രീമില്ലാതായി പോകുമ്പോഴെ സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കേ മനസ്സിലാവും. സ്കൂളിലെയും കോളേജിലെയും എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം, വായിച്ചു നോക്ക്. ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ. എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ? ബ്രിട്ടാനിയയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്, അന്നത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേറെയും പറയാം. ഡോണ്ട് ഫോർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ്. നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതീ വിട. മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. കാണാ, ഒരു 500 തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ. അതൊക്കെ അമ്മയുടെ കബോർഡിൽ ഭദ്രമായിട്ടിരിക്കട്ടെ. അല്ലെങ്കിൽ പാവം ചിലൊക്കെ പട്ടിണി അടഞ്ഞ് ചത്തുപോകും. എല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചതേ നീ പറഞ്ഞ ഡ്രീം കാണാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാ. ഓ, ഭയങ്കര സാക്രിഫൈസ് ആയിപ്പോയി. ലോകത്തുള്ള ഒരമ്മയെ സക്സസ്ഫുൾ ആയിട്ടില്ലല്ലോ. അച്ചേ ചെയ്യണമെന്നുള്ളവർക്ക് ഏത് അവസ്ഥയിൽ അച്ചീയാം. അത് ചെയ്യാതെ മടി പിടിച്ചിരുന്നിട്ട് ബ്ലെയിം മുഴുവൻ എൻ്റെ തലയിലും. എന്ത് എളുപ്പമുണ്ട്. ഒന്നും തലയിലേക്ക് വെക്കുന്നില്ലേ? പക്ഷെ എവിടെ പോയാലും അവസാനം വെക്കാൻ പഠിക്കേണ്ടത് ഇവിടുത്തെ കഞ്ഞിയും കറിയാണെന്ന് ഓർത്താ മതി. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിക്കാൻ തുടങ്ങലുണ്ടല്ലോ ഐ വിൽ ബിക്കം ഓൾഡ്. കിളവയായി പോവും ഞാൻ.
എനിക്ക് ഈ പ്രൊജക്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഓ, അത് അവൾ അപ്പോഴത്തെ ദേഷ്യത്തിനങ്ങ് പറഞ്ഞായിരിക്കും. എന്തോ ദാ നിനക്കവിടെ വെച്ചിട്ടുണ്ട്. അതെന്താ അപ്പൊ അങ്ങനെ ഒരു പുതുമ? എനിക്ക് വേണ്ട. ഞാൻ നല്ല ഒന്നാം തരം കേക്ക് കഴിച്ചു. ഇത് എവിടുന്നാന്നറിയോ? നമ്മുടെ ടെറസീന്ന്. വെറുതെ ഇട്ടാൽ ഇതുപോലെ ഓരോന്ന് മനസ്സറിയാതെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു വരും. തുണി ഉണങ്ങിയത് എടുക്കാൻ പോയപ്പോൾ കണ്ടതാ. പൈസ മുടക്കിയാൽ എന്താ, മുതലാവുന്നുണ്ടല്ലോ. 20,000 രൂപ അല്ലേ? രാജീവന്റെ മുടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. മുടിക്കെന്ത് പറ്റി? ശ്രദ്ധിച്ചില്ല? ഇല്ല. നന്നായിട്ടുണ്ട്. ചുമ്മാ. സത്യമായിട്ടും വയലറ്റ് ആണോ? അല്ല, റെഡ്. ഗോൾഡൻ വേണോന്ന് അവര് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന്. ആ, അതേതായാലും എന്തും കൊണ്ടും നന്നായി. രാജീവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോഴേ കഴുകിക്കളയാൻ ഞാനൊരു റിമൂവർ വാങ്ങി വെച്ചു. ഏതായാലും ഇനിയിപ്പോൾ ധൈര്യമായി. നാളെയാണ് ലച്ചുവിൻ്റെ സ്കൂളിൽ പേരൻസ് ഡേ സെലിബ്രേഷൻസ്. ഒന്ന് പോയി ഷൈൻ ചെയ്യാം അല്ലേ? കലക്കണം. ഇന്റർവ്യൂവിന് തോറ്റതിന് എന്നോട് ദേഷ്യമുണ്ടോ? ഓപ്ര വിൻഫ്രി വരെ അവരുടെ ആദ്യത്തെ 5 ഇന്റർവ്യൂ തോറ്റിരിക്കുന്നു. അതാരാ? അത് മട്ടാഞ്ചേരിയിലുള്ളൊരു സ്ത്രീയാ. ഓ, പക്ഷേ ഇനിയിപ്പോൾ എനിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? രാവിലെ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി. അയ്യോ. പതുക്കെ ഒരു പയ്യനെ ഇടിച്ചു. അവൻ ആശുപത്രിയിലാ. ഞാനിന്ന് അവിടെ ആയിരുന്നു. എന്നിട്ട് രാജീവിന് എന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്കൊന്നും പറ്റിയില്ല. അവനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരത് കേസാക്കി. എന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിനെയൊക്കെ വല്ലാതെ ബാധിക്കും. കാത്തിരുന്ന് ഒടുവിൽ കിട്ടിയപ്പോൾ. ഈ കേസ് എന്ന് പറയുമ്പോൾ അറസ്റ്റോ മറ്റോ? ഏയ്, ഒന്നുമില്ല. ഒരു ഫൈൻ അടിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇൻഷുറൻസ് ഉള്ളതല്ലേ. ഇതിപ്പോൾ ഈ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഒരു തലവേദന ഇല്ലായിരുന്നു. ഇപ്പം അച്ഛൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ ഓടിച്ചെന്ന് പറയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് കരുതിയാ ഞാനിത് ആഗ്രഹിച്ചത്. ഭാഗ്യമില്ല എന്ന് വിചാരിക്കാം അല്ലേ? ഞാനാ ഓടിച്ചിരുന്നേന്ന് പറഞ്ഞാലോ? ഏയ്, അത് എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ഞാൻ ഏതായാലും വണ്ടി ഓടിച്ചിട്ട് ആ ലൈസൻസ് ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷെ ആക്സിഡന്റ് കണ്ടവരുണ്ടാവില്ലേ? 2 പേരും. പക്ഷെ അവര് നമ്മൾ പറയുന്നിടത്ത് നിന്നോളും. അപ്പൊ പിന്നെന്താ? അല്ല, എന്നാലും ഒരെന്നാലും വേണ്ട. രാജീവ് വിസയുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. വിനോദേ, ആ രാജീവ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാല്ലേ? ഇല്ല, അവൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. ആ ഉറപ്പ് വിനോദ് എനിക്ക് തരണം. ഞാൻ ലച്ചുവായിട്ട് വരാം. നാളെ തന്നെ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ നിൽക്കുന്നേ? അമ്മയായിരുന്നോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. നല്ല മഞ്ഞുണ്ട്. ബാ. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ UDC ആയ നിരുപമ രാജീവ് എന്ന 37-കാരിക്കാണ് രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ദേ, ഇതിലും 37. മാതൃഭൂമിയിൽ മാത്രമാണ് 36 കൊടുത്തിരിക്കുന്നത്. അമ്മ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. എന്റെ കാലിനിപ്പോ ഒരു കുഴപ്പമില്ല. എക്സസൈസ് എന്നല്ലേ ഡോക്ടറും പറഞ്ഞത്. എന്തിനാ വെറുതെ ഹെൽത്ത് ക്ലബ്ബിൽ കൊടുത്ത് പൈസ കളയണേ? ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് സമയം പോകുന്നു അറിയില്ല. ഇതിങ്ങനെ വെട്ടിത്തെളിച്ചിട്ട് ആ, എന്റെ ഒരു പഴയ കൊലീഗില്ലേ ലൂസി, ഇവളെ നീ ഓർക്കണില്ലേ? പിന്നെ ഓർക്കാതെ, എന്നെ പഠിപ്പിച്ചതല്ലേ. ഇത് ഇവരുടെ സ്ഥലാ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താ ഞങ്ങൾക്ക് വന്നിരിക്കാൻ ഒരു കോമൺ പ്ലേസ് ആവുമല്ലോ. ഓ, ഇവിടെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറെ പാടുപെടും. ഹായ് പ്രസിഡന്റ്സ് ഗേൾ, കൺഗ്രാറ്റ്സ്. താങ്ക് യു മിസ്. ടീച്ചറെ, ഇന്നലെ ന്യൂസിൽ കണ്ടപ്പോ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. സത്യം പറയാലോ, സ്കൂളിലെ തന്റെ പൊട്ടൻഷ്യൽ വെച്ച്
ഇങ്ങനൊരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്യേണ്ട ആളല്ല താനെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. അതിലെനിക്ക് നല്ല ഡിസപ്പോയിൻമെൻറ്റും ഉണ്ട്. പക്ഷെ ഇനി താൻ ഷൈൻ ചെയ്യും, ഐ എം ഷുവർ. എന്ത് ചോദിച്ചാ പ്രസിഡന്റിനെ താൻ ഞെട്ടിച്ചത്? ലൂസി ടീച്ചറേ, ആ പൂവരശ 20 വർഷം കൊണ്ട് നല്ല ഒന്നാന്തരം തണൽമരം ആകും. ചേച്ചി ഒന്ന് മണ്ണിട്ടെ. 20 വർഷോ? ആ സമയത്ത് നിങ്ങളൊക്കെ അതിന് നീ കാണുമല്ലോ. അമ്മയുടെ ഈ കാലിലെ നീര് കണ്ടിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ല. ലച്ചുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിങ്ങ് വരാം. ഞാൻ ഏതായാലും ഒരു 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കാൻ പോവുക. ബാഗ് പാക്ക് ചെയ്താ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കാലിന്റെ നീര് നീ ഇവിടെ വന്നിട്ടില്ലേ കണ്ടത്? അതിനു മുമ്പ് നീ ബാഗ് പാക്ക് ചെയ്തിങ്ങ് പോകുന്നത് എങ്ങനെയാ? അതുമല്ല, നാളെയല്ലേ പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ്? സ്വന്തം അമ്മയേക്കാൾ വലുതല്ലല്ലോ ഒരു പ്രസിഡന്റും. അമ്മ ഇങ്ങനെ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ ഞാനവിടെ പ്രസിഡന്റുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാനോ? എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. കേരളത്തിലെ 3.5 കോടി ആൾക്കാരിൽ 10 പേർക്ക് പോലും കിട്ടാത്ത അവസരം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരൊറ്റ തവണയേ വരൂ, പാഴാക്കി കളയരുത്. ഭയങ്കര ടഫാണ്, കിട്ടുമെന്ന് തോന്നുന്നില്ല. ടൈം വെറുതെ വേസ്റ്റ് ആയി. ഒന്നൊരു ട്രൈ ചെയ്തൂടെ? കണക്കില്ലടാ, ചുമ്മാ കളയാൻ എളുപ്പാ. നിരുപമ രാജീവല്ലേ? എവിടെ? നിരുപമ രാജീവല്ലേ? അതെ. ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞങ്ങള്? ഒരു ഫോട്ടോ എടുത്തോട്ടെ. മാം, ആ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് പറയാമോ? അതൊക്കെ ഉണ്ട്, സർപ്രൈസാ. ഓ, ഓക്കെ. പ്രസിഡന്റ് ക്ഷണിക്കാന്ന് പറഞ്ഞ വലിയ ഭാഗ്യം തന്നെയാ. ഹലോ. അതെ, താൻ എവിടാ? ദേ ക്യാൻറ്റീനിലേക്ക് എത്തുക. ലീവല്ലേ ഇന്ന്? ആണ്, എന്നാലും ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മുടെ റാണിയും കേങ്ങും എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. താൻ ഫോണുമായിട്ട് പതുക്കൊന്ന് അവരുടെ അടുത്തേക്ക് ചെന്നേ. എന്തിനാ? ചെല്ല്, എന്നിട്ട് അവിടെ നിന്ന് എന്നോട് എന്തായി പ്രസിഡന്റിനെ കാണാൻ പോണ കാര്യം ഒന്ന് ചോദിക്കും. ഓക്കേ. ആ നിരുപമേ, താനിന്ന് ലീവല്ലേ? പ്രസിഡന്റിന്റെ കാര്യം ചോദിക്ക്. എന്തായി പ്രസിഡന്റായുള്ള മീറ്റിംഗ്? പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞോ? അടുത്ത പ്രാവശ്യം തന്റെ വീട്ടിലേക്ക് വരുമെന്നോ? കലക്കി മോളെ. താൻ ഡൽഹിക്ക് ചെല്ലാന്ന് പറഞ്ഞ അപ്പൊ സ്റ്റേ ഒക്കെ? ഓ, രാഷ്ട്രപതി ഭവനിലോ സോണിയാഗാന്ധിയെ കാണാനല്ലേ? ഓക്കെ 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 ഓക്കെ. തന്നെ ഞാനൊന്ന് തൊഴുതോട്ടിടോ. ഓ, അവളുടെ ഓഞ്ഞ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ഈശ്വരാ. ദേ, ഞാൻ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടേ പ്രസിഡന്റിനോട് പരാതി പറയൊന്നും ചെയ്തേക്കല്ലേ, എന്റെ ജോലി പോകും. ഏയ്, ഞാൻ അങ്ങനെ ചെയ്യുവോ? പ്രസിഡന്റ് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു, ഞാൻ പോകുന്നു. ഞാൻ പഴയ ആള് തന്നെയാ. ആ, താനിങ്ങോട്ട് വരില്ലേ? സോറി, അത് പുറത്ത് പറയാൻ പാടില്ലാത്തോണ്ടാ. മനോരമയെന്ന് വിളിച്ചപ്പോഴും ഞാനത് വെളിപ്പെടുത്തിയില്ല. ഓക്കേ, ഞാൻ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ട് വിളിക്കാം. അയ്യോ, വേണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ. സർവത്ത് കടയുടെ മുമ്പിൽ നിൽക്കണം, എന്നിട്ട് ഞാൻ അതിലേക്ക് പോകുമ്പോൾ. നിരുപമേ. ആ, ശശികലയോ? പ്രസിഡന്റിനെ കാണാൻ പോണ ആളാ. എഴുന്നേക്ക്. ഏയ്, വേണ്ട വേണ്ട, പുറത്തുനിന്ന് ഒന്നും കഴിക്കാൻ പാടില്ല, സെക്യൂരിറ്റി റീസൺസ്. ഞങ്ങൾ നാളെ പോവും, 3 ആഴ്ചത്തേക്ക്. ഇത്തവണ ഇസ്രായേലാ. നിങ്ങളൊക്കെയാ ഭാഗ്യവന്മാര്. ഇനി 6 രാജ്യം കൂടി അല്ലേ കറങ്ങാനുള്ളൂ? ഒരു ജീവിതം അല്ലേ ഉള്ളൂ മോളെ. ഈ ഇസ്രായേൽ
പ്രസിഡന്റ് ഇപ്പോ? ഷിമോൻ പെറിസ്. ഓ ആ. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലേ. Will it take much longer? We are getting a bit late. I'll call her. Okay. സബ് കളക്ടറും പ്രോട്ടോകോൾ ഓഫീസറും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒന്ന് പെട്ടെന്നായി കൊള്ളാം. ഇച്ചിരി മീനച്ചാറാ പ്രസിഡന്റ് ഇഷ്ടമാണെന്ന് ഇന്നാൾ പത്രത്തിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എള്ളുണ്ടി. വാ. അവസാനമായിട്ട് ചോദിക്കുകയാണ്, എന്താ ക്വസ്റ്റ്യൻ? എന്നെങ്കിലും നിനക്കും മക്കളുണ്ടാവുമല്ലോ, അന്ന് നീയും അറിയും പുത്രദുഃഖം. Please come. ഓൾ ദ ബെസ്റ്റ്. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കുക. ഞാനിപ്പോ ബസ്സിലാ. ഒരു മേന കേട്ടോ, 7 രൂപ. നമ്മുടെ വല്യമ്മയെ കണ്ടില്ലല്ലോ. അവരെന്തോ വയ്യാണ്ട് കിടക്കാന്ന് അറിഞ്ഞത്. എന്തു പറ്റി? വയറ്റിലെന്തോ മുഴയോ മറ്റോന്നാ പറഞ്ഞത്. കുറച്ച് കുഴപ്പാന്ന് തോന്നണേ. ചേട്ടാ ഒരു പള്ളി നോക്ക്. ഇറ്റ്സ് വൈറൽ. നാട്ടിലുള്ള എത്ര ഫ്രണ്ട്സാ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചെന്നറിയോ? തനിക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടോ ഇത്ര ഗട്ട്സ്? കമന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. തനിക്കിപ്പോ ഭയങ്കര സപ്പോർട്ടാ. അച്ഛന്റെ റിയാക്ഷൻ ആയിരുന്നു ഒന്ന് കാണേണ്ടത്. അമ്മ തന്നെയാണോ എന്നറിയാൻ 2-3 പ്രാവശ്യം വീഡിയോ കണ്ടു നോക്കി. എന്നിട്ട് അച്ഛൻ എവിടെ? ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. ടഫ് ജോബാ അമ്മ. ചില ദിവസമൊക്കെ ഒത്തിരി ലേറ്റ് ആവും. എന്നാൽ എന്തിനാ അമ്മ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ മാറ്റുന്നത്? അത് അവിടെയുള്ള എന്ത് രസമായിരുന്നു. ഓ, ഇനി ഇതാര് നോക്കാനാ? കൊതുകും പിടിച്ച് സ്ഥലവും മെനക്കെടുത്തി. അതും ഈ 4, 3, 7 പച്ചക്കറിക്ക് വേണ്ടി. മറ്റന്നാൾ ആള് വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോക്കോളൂ. ഇവിടെ ഫുഡാ അമ്മ എന്റെ മെയിൻ പ്രോബ്ലം. പുറത്തുനിന്ന് കഴിച്ച മതിയായി. ചിലപ്പോ എനിക്ക് കരച്ചില് വരും. കുറച്ച് ചോറും കറിയുമ്പോഴൊന്ന് പാഴ്സൽ അയക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. പാഴ്സലല്ല, ഞാൻ വരും അങ്ങോട്ട്. ഉറപ്പായിട്ടും വരും. എന്നാ ഞാൻ നാളെ വരാം അമ്മ. ഒരുപാട് ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം. ജോബ് ബുക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ലവ് യു ഉമ്മ. ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു. ആ, നമ്മുടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക്. അവർക്ക് ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടവും വേണം. അവരെന്നാ ജീവിയാ. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല. ഒക്കെ പുറത്തുനിന്നാ. ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം. അയ്യോ വേണ്ട. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. മോള് വാ.
ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ അതിനൊന്നും കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടുവേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട, പക്ഷേ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി, വേറൊന്നിനുമല്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാൾ വേണം. എല്ലാ ദിവസവും തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം? എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ. ആഹാ, കേറി വാ. അവരോട് പണി നിർത്താൻ പറ മോളെ. അവരോടത് മാറ്റരുതെന്ന് പറ. ഈ സാധനങ്ങൾ കിട്ടിയാ കേമാക്കാം. சார் அந்த நிருபம் மேடம் வந்திருக்காங்க. வர சொல்லு. மேடம் ப்ளீஸ். ബാ. ഐ ആം സീതാറാം അയ്യർ. അയ്യോ, എനിക്കറിയാം സർ. സാറിന്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഫംഗ്ഷൻസിന് സാരിയൊക്കെ വാങ്ങുന്നത്. എൻ്റെ വൈഫ് രുക്മിണി, പുതിയടം രാമൻ നമ്പൂതിരി. പ്ലീസ്. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. നമ്മളെ പ്രസിഡന്റിനെ കണ്ട് ബോധം കെട്ട് വീണ. ഇന്നലെ നിരുപമ മാധവമ്മയ്ക്ക് കൊടുത്ത വെജിറ്റബിൾസ് അതവർ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ചിലപ്പോൾ പറഞ്ഞു കാണും. ആൻഡ് ഐ ഷുഡ് സേ, കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ ഇത്ര ശുദ്ധമായിട്ടുള്ള, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ല. നമ്പൂരിയെ പറ്റി നിരുപമ കേട്ടിട്ടുണ്ടോന്നറിയില്ല. സദ്യ എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരിയുടെ സദ്യ. അതിന് കേരളത്തിൽ ഇദ്ദേഹത്തിന് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ആക്ച്വലി ഇദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത് നിരുപമയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. സോ ലെറ്റ് മീ കം ടു ദി പോയിന്റ്. ഞങ്ങൾക്ക് നിരുപമയുടെ വെജിറ്റബിൾസ് വേണം. ഐ മീൻ, ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് വാങ്ങാൻ തയ്യാറാണ്, നിരുപമ പറയുന്ന വിലയ്ക്ക്. അയ്യോ സാർ, ഞങ്ങൾക്ക് തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ സാറി പറയുന്നത്? സാറിനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ വേണമെന്നല്ല, 4 മാസം കഴിഞ്ഞ്. ഇഫ് യു ആർ ഓക്കെ, നാളെ തന്നെ ഞാൻ ടോക്കൺ അഡ്വാൻസ് തരാം. അയ്യോ, അഡ്വാൻസ് ഒന്നും വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. പെർഫെക്റ്റ്. 2000 പേർക്കുള്ള വെജിറ്റബിൾസ് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. എത്ര? 2000. 2000. മകളുടെ മാരേജ് റിസപ്ഷന് വേണ്ടിയാ, 6th of June. എന്ന് പറയുമ്പോൾ ഇനി കൃത്യം 4 മാസം. നിങ്ങളുടെ ഒരേക്കർ ഫാമിനെ പറ്റി മാധ്യമ പറഞ്ഞു. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് തലേസം തന്നെ എത്തിച്ചോളോ. നിങ്ങളുടെ ഫാമിലി എന്താ ഇല്ലാച്ച അത് നേരത്തെ തന്നെ ഒന്ന് അറിയിച്ചു വെച്ചേക്കാം. അങ്ങനെയുള്ളത് വേറെ അടുത്തും തരപ്പെടുത്താലോ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നോ പെസ്റ്റിസൈഡ്സ്, നോ എൻഡോസൾഫാൻ. സദ്യക്ക് ക്യാൻസർ വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല. ഇന്നലെ മാധവിയമ്മയ്ക്ക് കൊടുത്ത പോലെ 100% ശുദ്ധമായത്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് വെരി ആംഗ്രി.
തക്കാളി കണ്ടപ്പോ തന്നെ പരാഗണം കൃത്യാന്ന് ബോധ്യായി. എന്താ അങ്ങനെയല്ലാന്നുണ്ടോ? പച്ചക്കറികൾ പലതും തഴച്ചങ്ങട് വളരാത്തത് പരാഗണം കൃത്യമല്ലാത്തോണ്ട് തന്നെയാ. എന്തേ? സോ ജസ്റ്റ് ഗോ ത്രൂ ദി ലിസ്റ്റ്. നാളെ രാവിലെ തന്നെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പക്ക യെസ് കിട്ടിയിട്ട് വേണം വേറൊരു പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ. ഐ വിൽ വെയിറ്റ് ഫോർ യുവർ കോൾ. കാബേജ് 35 കിലോ, ക്യാരറ്റ് 30 കിലോ, വെള്ളരിക്ക 25 കിലോ, ഉള്ളി 20 കിലോ. ഒരു പച്ചക്കറി ചന്തയിൽ ഉള്ളതിനെക്കാട്ടിലും സാധനങ്ങൾ ഉണ്ടല്ലോ ഇതില്. എല്ലാം വിളഞ്ഞ് റെഡിയാവുമ്പോ എങ്ങനെയാ? എന്റെ ഫാമിലോട്ട് ലോറി അയക്കോ അതോ അതും എനിക്ക് സ്വന്തമായിട്ടുണ്ടോ? അയ്യോ മോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. പറയുമ്പോ ഒരു സ്റ്റൈൽ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞു പോയതാ. അതിന്റെ പേരിൽ ഒരു കല്യാണ സദ്യക്കുള്ള പച്ചക്കറി എടുത്ത് പെടലിക്ക് വെച്ച് വരുമെന്ന് ഈശ്വരനാണ് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മോളത് മാറ്റി പറയാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റാതായനെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരെയും വിളിക്കാനും പോകുന്നില്ല, ഒന്നും സംസാരിക്കാനും പോകുന്നില്ല. അവനവൻ കുഴിച്ച കുഴികള് അവനവൻ തന്നെ അങ്ങ് മൂടിയാ മതി. അയ്യോ, ഇനിയിപ്പൊ ഞാൻ എന്തോന്ന് അവിടെ ചെന്ന് പറയും? ഭൂകമ്പത്തിലെ ഫാം 2 പിളർന്നു പോയിന്ന് പറ. അല്ലെങ്കിൽ പിന്നെ നമ്പൂതിരി പറഞ്ഞ പോലെ പരിഗണിച്ചാ പോരെ? എന്ത്? അല്ല, പരിഗണിച്ചാ പച്ചക്കറികൾ തഴച്ചു വളരുമെന്നല്ലേ അങ്ങേര് പറഞ്ഞത്? പരാഗണം എന്താന്ന് വല്ല നിശ്ചയുണ്ടോ? ഇല്ല. എന്നാലേ എനിക്കും നിശ്ചയില്ല. അങ്ങോട്ട് പിടിക്ക. മോളുവാ, ഇതിന് പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്.